ഇതിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഇപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ തീവ്രത എല്ലാം വളരെ വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാനാകുന്നു. അത് പ്രേക്ഷകർക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അതിശക്തമായ തീയും പുകയും ഇപ്പോഴും ഏകദേശം 1 മണിക്കൂറോളം ആകുന്നു നമ്മൾ ഇവിടെ എത്തിയിട്ട്. അതിനും എത്രയോ മിനിറ്റുകൾക്ക് മുമ്പ് 20-30 മിനിറ്റുകൾക്ക് മുമ്പ് ആരംഭിച്ച തീപിടുത്തമാണ്. പക്ഷെ അതിപ്പോഴും അല്പം പോലും ശമനമില്ലാതെ തുടരുന്നു. സമീപകാലത്ത് അവസാനം കണ്ട ഏറ്റവും വലിയ തീപിടുത്തം ഇത് മാറുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ അപകട സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മതിലെ ചുറ്റുമതിൽ പൊളിച്ചു വേണം ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് ഇതിന്റെ പെറ്റ് ഷോപ്പിനുള്ളിലേക്ക് കടക്കാൻ. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരു ഭാഗത്ത് മാത്രമല്ല ഇത്തരത്തിൽ തീ അല്ലെങ്കിൽ തീ പടർന്നു പിടിക്കുന്നത്. ഒരു ഭാഗത്ത് മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് എത്താൻ ശ്രമം നടത്തേണ്ടത്. പകരം ഇതിന്റെ ചുറ്റും ഇത്തരത്തിലുള്ള തീ ആളിക്കത്തുകയാണ്. വലിയ ഒരു ഏരിയയിലുള്ള വലിയ വിസ്തീർണമുള്ള സ്ഥലത്താണ് ഒരു പെറ്റ് ഷോപ്പ്. അതിന് ചുറ്റുമുള്ള മരങ്ങളുടെ ചെറിയ ചെടികളുടെയും തെങ്ങുൾപ്പെടെയുള്ള മരങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണണം. എങ്കിൽ മാത്രം ഇതിന്റെ ഒരു ആഘാതം തീവ്രത മനസ്സിലാകൂ. ചെറിയ വീടുകൾ, ഓടിട്ട വീടുകളുണ്ട്, ഷീറ്റുകളുടെ വീടുകളൊക്കെ ഇതിന്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അവിടെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതുവഴിയും അവർ അവിടേക്ക് കടക്കാൻ, അവിടേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. എല്ലാ ഭാഗത്തും അതിശക്തമായി വെള്ളം എത്തിച്ചാൽ മാത്രമേ ഈ തീപിടുത്തം അല്പമെങ്കിലും നിയന്ത്രണ വിധേയമാകൂ. അതിന് കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെ തുടരുന്നു. ഇപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയാത്ത പുക പടർന്നു പിടിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഏകദേശം 1 മണിക്കൂറിലേറെയുള്ള ഒരു കാഴ്ചയാണ്. അത് ഇതിന് അടുത്തുള്ള സ്ഥലത്ത് മാത്രമല്ല, നമുക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പോലും അതേ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. പുക നിറഞ്ഞ ആകാശം, തീ പടർന്നു പിടിക്കുന്ന ഈ സ്ഥലം, ചുറ്റും നൂറുകണക്കിന് നാട്ടുകാർ ഓരോ കെട്ടിടത്തിന് മുകളിൽ നിന്നും ആശങ്കയോടെ നോക്കി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് തീ അണയ്ക്കാനുള്ള നാട്ടുകാരുടെ ഒരു വലിയ പരിശ്രമം ഇവിടെയുണ്ട്. സ്ഥലം കൗൺസിൽ അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘം ഇവിടെയുണ്ട്. ഫയർഫോഴ്സ് സംഘം അവരുടെ ഒരുപക്ഷെ ജീവൻ പോലും മറന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇത്തരമൊരു സ്ഥലത്തേക്ക് കടന്നു കയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു പിടിപ്പുകേടായി കൂടി ഇതിനെ കാണണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രയധികം ഒരു ഫയർഫോഴ്സ് വാഹനം പോലും കടന്നു വരാൻ കഴിയാത്ത സ്ഥലത്ത് ഇത്രയധികം വിസ്തീർണത്തിൽ ഒരു പെറ്റ് ഷോപ്പ്, അക്വേറിയം പ്രവർത്തിക്കുക, ലക്ഷക്കണക്കിന് ജീവനുകൾ, മത്സ്യങ്ങളായാലും അല്ലെങ്കിൽ ചെറിയ അലങ്കാര പക്ഷികളായാലും ഒക്കെ അത്തരത്തിലുള്ള നിരവധി ജീവനുകൾ കൂടിയാണ് ഇവിടെ ഉള്ളത്. ചുറ്റുമുള്ള വീടുകളുണ്ട്, തിങ്ങി നിറഞ്ഞ സ്ഥലം. അവിടെ തന്നെ നിരവധി പേർ പാർക്കുന്ന സ്ഥലമുണ്ട്. അതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാനാകുന്ന തൊട്ടടുത്തുള്ള ഈ തീ പടരുന്ന ഗോഡൌണിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ ടെറസിലാണ് നമ്മൾ ഉള്ളത്. നമുക്ക് കാണാം അവിടെയും ഇത്തരത്തിൽ ഇതിന്റെ ഈ ഗോഡൌണിന്റെ ഭാഗമാണെന്ന് വേണം കരുതാൻ. ഈ പെറ്റ് ഷോപ്പിന്റെ ഉടമസ്ഥരുടെ വീടോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഗോഡൌണോ ആണത്. അവിടെയും ഇത്തരത്തിൽ നമുക്ക് നിരവധി ടാങ്കുകളും മറ്റ് കൂടുകളും, അലങ്കാര മത്സ്യങ്ങളെയും മറ്റും വളർത്തുന്ന കൂടുകൾ, നായ്ക്കുട്ടികളെ വളർത്തുന്ന കൂടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം. നായ്ക്കുട്ടികളെ വളർത്തുന്ന കൂടുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം. അതിനോട് ചേർന്ന് തന്നെയാണ് ഒരുപക്ഷെ ഇവിടേക്കൊക്കെ തീവിടുന്നത്. ഇതിന്റെ അപകടം ഇതിനും എത്രയോ ഇരട്ടിയായേനെ. പക്ഷെ അതൊന്നും എന്തുകൊണ്ടോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് അത്തരം അത്യാഹിതങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. പകരം ഒരു പെറ്റ് ഷോപ്പിന് ചുറ്റും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രദേശത്ത് മാത്രമായി തീ ഒതുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അത് അതിതീവ്ര ശ്രമമാണ്. ഉദ്യോഗസ്ഥരുടെ വളരെ 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 വലിയ പരിശ്രമമാണ്. എത്താൻ കഴിയാത്ത സ്ഥലത്ത് പോലും ഇത്തരത്തിൽ ഈ സമയം കൊണ്ട് സംവിധാനങ്ങൾ എത്തിച്ച് തീ കെടുത്താനുള്ള ശ്രമം. ഇപ്പോൾ ഒരു പരിധിവരെ പുകയ്ക്ക് ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അകത്ത് തീ ആളിക്കത്തുന്നത് ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാനാകുന്നെങ്കിലും നേരത്തെ ഉണ്ടായത് ഏതാനും 5-10 മിനിറ്റ് മുമ്പുള്ള ഒരു രൂക്ഷത, അതിന്റെ തീവ്രത ഇപ്പോൾ കുറഞ്ഞു എന്ന ഒരു ആശ്വാസകരമായ സാഹചര്യം ഇപ്പോൾ കാണാൻ കഴിയുന്ന ഉള്ളിലെ സാഹചര്യം എന്താ നമുക്കിനിയും വ്യക്തമായിട്ടില്ല. ഇത് കുറച്ച് അകലെ നിന്നുള്ള അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നത്. താഴെ നേരത്തെ കണ്ടതുപോലുള്ള സാഹചര്യമല്ല. ഇപ്പോഴും ദൃശ്യങ്ങളൊക്കെ കാണാനാകുമെങ്കിൽ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അരുൺ. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാണ്. അതിൽ ആ തീവ്രത എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. അരുൺ, അവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും സജീവമായി തുടരുന്നു. അതിനുള്ള വലിയ ശ്രമമാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകും. നമുക്ക് ആശ്വസിക്കാൻ ഈ തീ മറ്റിടങ്ങളിലേക്ക് പടരില്ല. അടുത്തടുത്ത് വീടുകളുള്ള വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക. എന്തായാലും അടുത്ത ഇടങ്ങളിലേക്ക്, അടുത്ത വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? അത്രയും ആശ്വസിക്കാമോ ഇപ്പോൾ? പൂർണ്ണമായും ആ രീതിയിൽ ആശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മൾ നേരത്തെ കണ്ട
ആ ഒരു ഇതിനോട് ചേർന്ന ഒരു വീട്, അവിടേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം ഒരു പരിധിവരെ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. അവിടേക്ക് തീ പടരുന്നില്ല. അവിടേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമത്തിൽ ഉദ്യോഗസ്ഥർ വിജയിച്ചു എന്ന് വേണം പറയാൻ. പക്ഷേ അതിന് ചുറ്റും ഇനിയും വീടുകളുണ്ട്. അവിടെ തന്നെ ഇനിയും തീ പടരാതിരിക്കാനുള്ള പൂർണ്ണ ശ്രമം നടത്തേണ്ടതുണ്ട്, പരിശ്രമം നടത്തേണ്ടതുണ്ട്. അതും ഇപ്പോഴും പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ കണ്ടതിൻ്റെ അത്ര ഒരു തീവ്രത ഇപ്പോൾ ഈ പടർന്നു പിടിക്കുന്ന തീ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇതിൻ്റെ ഒരു വശത്ത് മാത്രമല്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്നത്, ഇതിൻ്റെ 4 വശത്തു നിന്നും ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ദൃശ്യങ്ങളിലേക്ക് എത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാണാം, നേരത്തെ നമ്മൾ ഈ കനത്ത പുക കാരണം ഒരുപക്ഷെ ദൃശ്യങ്ങൾക്ക് അവ്യക്തത ഉണ്ടാകാം. അല്പസമയത്തിനകം അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഇവിടേക്ക് പെറ്റ് ഷോപ്പിലേക്ക് കടന്നു വരുന്ന പ്രധാന വഴിയുടെ പുറകുവശമാണ്. അവിടെ നിന്ന് കൂടി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കയറാൻ മരങ്ങൾ വെട്ടിത്തെളിച്ചും മറ്റും അതിന് ചുറ്റും ചെറിയ ചെറിയ വീടുകളുണ്ട്. അവിടേക്ക് കടന്നു വരാനാകാത്ത സാഹചര്യമുണ്ട്. എങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ അവരുടെ കഴിവിൻ്റെ പരമാവധി ഇവിടെ ശ്രമിക്കുന്നു. ഇപ്പോൾ വീണ്ടും നേരത്തെ പോലെ സമാനമായ ഒരു സാഹചര്യമുണ്ട്. ഇവിടെ പുക ആളി കത്തുന്ന ഒരു സാഹചര്യം, ചുറ്റിനും ഉദ്യോഗസ്ഥർക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഒരു മണിക്കൂറിലേറെ ആകുന്നു ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഇത്ര ശക്തമായി ഇവിടെ തുടരുന്നത്. എങ്ങനെ ഈ തീ പൂർണ്ണമായും അണയ്ക്കും, എത്ര സമയമെടുക്കുമെന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു ഉറപ്പും വ്യക്തതയുമില്ലാത്ത ഒരു സാഹചര്യമാണിത്. ഇടുങ്ങിയ വഴികൾ, തിങ്ങി നിറഞ്ഞ വീടുകൾ, സ്ഥാപനങ്ങൾ, നിരവധി ആളുകൾ പാർക്കുന്ന സ്ഥലമാണ്. അവിടെ എത്ര സമയം ഈ തീപിടുത്തം ഇതേ രീതിയിൽ തുടരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എത്ര സമയം കൊണ്ട് തീ അണയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിലും ആർക്കും ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും തുടരുന്നു. അതിശക്തമായി തന്നെ തീ ആളിക്കത്തുന്നു. ഇതിന്റെ മുകളിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ക്യാമറയിൽ ഉള്ളത്. ആ തകര ഷീറ്റുകൾ മേഞ്ഞ സ്ഥലങ്ങളിൽ നേരത്തെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ അപകടത്തിന്റെ തീവ്രത, ആഴം, അത് തീ അണയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, അവിടേക്ക് കടന്നു കയറാനുള്ള ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ട് ഒക്കെ നമ്മൾ നേരത്തെയും കണ്ടതാണ്. അതേ സാഹചര്യം ചാലയിലും മറ്റും നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ട ആ സാഹചര്യം ഇവിടെ ഇപ്പോൾ കാണുന്നു. അത്തരത്തിൽ വളരെ ശക്തമായ ഒരു തീപിടുത്തത്തിൽ തിരുവനന്തപുരം തലസ്ഥാന നഗര മധ്യമെന്ന് തന്നെ പറയാം. വഴുതക്കാട് അധികം നഗരത്തിൽ നിന്ന് മാറിയ സ്ഥലമല്ല, വളരെയധികം VVIPകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്, സാധാരണക്കാർ ജീവിക്കുന്ന ഇടമാണ്. അത്തരമൊരു മേഖലയിലാണ് ഇത്ര വലിയൊരു തീപിടുത്തമുണ്ടായത്. അത് ഇനിയും എത്ര സമയം കൂടി ഇതേ രീതിയിൽ ഇതേ തീവ്രത തുടരുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഇപ്പോഴുമുണ്ട്. എത്രയും വേഗം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകുന്നെങ്കിലും അതൊന്നും പൂർണ്ണമായും ഫലം കാണുന്നില്ല എന്ന് വേണം പറയാൻ. തീർച്ചയായും എന്തായാലും വലിയ കറുത്ത പുക ചുരുളുകൾ നമുക്കിപ്പോഴും കാണാം. തീയണയ്ക്കാനുള്ള ശ്രമം അവിടെ നടന്നു വരികയാണ്. അക്വേറിയത്തിലേക്കുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിനാണ് തീ പിടിച്ചിരിക്കുന്നത്. 1 മണിക്കൂറിലധികമായി ഈ തീയണയ്ക്കാനുള്ള ശ്രമം അവിടെ നടന്നു വരികയാണ്. നമുക്ക് കാണാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഈ കറുത്ത പുകയിൽ വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് അവിടെ നടക്കുന്നത്. നാട്ടുകാരും അതിനോട് സഹകരിക്കുകയാണ്. അടുത്തടുത്ത് വീടുകളുള്ള നഗരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഒപ്പം തീ അണയ്ക്കാനുമുള്ള ശ്രമമാണ് അവിടെ നടന്നു വരുന്നത്. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, 3 യൂണിറ്റ് ഫയർഫോഴ്സ് ചെങ്കൽ ചൂളയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ കൂടുതൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? അവിടെ യൂണിറ്റുകൾ എത്തിയാൽ പോലും അവിടെ ഈ തീപിടുത്തം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു പരിമിതി, സ്ഥലപരിമിതി, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. എങ്ങനെയാണ് കൂടുതൽ യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം, അതിനുള്ള നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇവിടെ നേരത്തെ അരുൺ സൂചിപ്പിച്ചത് എത്ര യൂണിറ്റുകളിലേക്ക് എത്തിക്കാനും അവിടെയുള്ള ഇവിടേക്ക് വെള്ളം വരുന്നതിനുള്ള, അതായത് വെള്ളം പമ്പ് ചെയ്ത് ഈ തീപിടിച്ച സ്ഥലത്തേക്ക് വെള്ളം ശക്തമായ രീതിയിൽ സുരക്ഷ അടിക്കുന്നതിനുള്ള പരിമിതിയാണ് പോലീസിനെയും ഫയർഫോഴ്സിനും ഒക്കെ കുറിക്കുന്നത്. കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചാൽ